ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ള അത്ര വലിയ ഭംഗിക്കൊന്നുമല്ല കേട്ടോ. കാരണം ഒരാഴ്ചയില്ലേ, അപ്പോൾ ഒരു ടച്ച് വിട്ടുപോയി. അപ്പോൾ എന്തായാലും കുറേ പേര് അന്വേഷിച്ച് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് ചോറ് വിളമ്പിയപ്പം എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ക്രിസ്മസ് കഴിഞ്ഞിട്ട് 3-ാം ദിവസമാണല്ലേ. അപ്പോൾ എൻ്റെ ബീഫ് കറി രൂപാന്തരം പ്രാപിച്ച് ഇങ്ങനെ ബീഫ് എന്താ പറയുക ഡ്രൈ ഫ്രൈ ആയി, അതായത് BDF ആയി. കണ്ടില്ലേ, വറ്റിച്ച് 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 ഈ പാകത്തിനാക്കിയെടുത്തു ഞാൻ. അപ്പോൾ ആദ്യം ഞാനിട്ട നാരങ്ങച്ചാറ് വിളമ്പി കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അതിൻ്റെ കൂടെ നമ്മുടെ BDF കൂടി അങ്ങോട്ട് വിളമ്പി. അവസാനം കുറച്ച് ചെമ്മീൻ ഞാൻ ഒലത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൊച്ചി ഭാഷയിലാട്ടോ ചെമ്മീൻ ഒലത്താന്ന് പറഞ്ഞാൽ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെമ്മീൻ ഇങ്ങനെ ഒലത്തിയിട്ടുണ്ടായിരുന്നു, സവാളയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട്. അത് ഇന്നത്തെ കറി കേട്ടോ, നല്ല ഫ്രഷാണ്. ചെറിയ ചെമ്മീനാട്ടോ, ചെറിയ ചെമ്മീൻ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ, വലുതെനിക്ക് അറപ്പാണേ. അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം കുറച്ച് പഴയതായതുകൊണ്ട് കുമളച്ചില്ല കേട്ടോ ഞാൻ വറുത്തപ്പോൾ. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ കുഴച്ച് ആദ്യം ഇങ്ങനെ ഒരു ബീഫ് കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ നല്ല വെന്ത് ഉടഞ്ഞ ബീഫാട്ടോ. 3-ാം ദിവസമായില്ലേ. അതും എനിക്ക് ബീഫിൻ്റെ കൂടെ പപ്പടം നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് പുട്ട് കഴിക്കുമ്പോഴും അതെ, ബീഫിൻ്റെ കൂടെ പുട്ട് ബീഫ് പപ്പടം ഭയങ്കര കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ നമ്മൾ ചോറ് കഴിക്കുമ്പോഴും അതെ, ഓരോ കറിയും പ്ലെയിൻ ചോറിലേക്ക് ഇട്ടിട്ട് ഉരുളകളായിട്ട് വേണം കഴിക്കാൻ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും അറിയില്ല, ആകെ അവിയിൽ വരുവായിപ്പോവും. പിന്നെ നമ്മുടെ ചെമ്മീൻ ഒലത്തിയതും കൂട്ടി ഇങ്ങനെ കുഴച്ച് അതും കഴിച്ചു. പിന്നെ എൻ്റെ നാരങ്ങച്ചാറുണ്ടല്ലോ, പപ്പടത്തിൻ്റെ അടിയിൽ പാത്തിരിക്കുകയായിരുന്നു. നാരങ്ങച്ചാറിങ്ങനെ അത് മാത്രം, വേറെ ഒരു കറിയും കൂട്ടരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കയ്പ്പൊക്കെ നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വരില്ലേ. എനിക്ക് അച്ചാറിൽ മധുരം ഇടണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. ആ നാരങ്ങയുടെ കയ്പ്പൊക്കെ വരണം, എന്നാലാണ് അച്ചാറാവുള്ളൂ. അവസാനം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പ്ലേറ്റ്. കറിവേപ്പില മാത്രമായി. ഇതൊരു പാടാണ് കേട്ടോ. നമ്മുടെ ലൈഫ് ആർക്കും വെച്ച് കളിക്കാൻ കൊടുക്കരുത്. അവസാനം ഇങ്ങനെ കറിവേപ്പില പോലെ ആയിപ്പോകുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ പ്ലേറ്റ്. അപ്പോൾ നമുക്കിനി എന്താ പറയുക, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.